കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 30ഓളം എണ്ണം പറഞ്ഞ ഭീകര നേതാക്കളാണ് പാകിസ്ഥാൻ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, സൈന്യത്തിന്റെ ഒരു ഉന്നതമായ ഒരു നേതാവ് തന്നെയാണ് ഈ ഭീകരന്മാരുടെ ഒരു സമ്മേളനത്തിൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് റിസ്വാൻ ഹനീഫ് എന്നാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അജ്ഞാതരുടെ വിളയാട്ടമാണ് എങ്ങും, തോക്കുധാരികളായ അജ്ഞാതർ എപ്പോഴും ചാടി വീഴാം എന്നുള്ള ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാനിലെ പെഷവാർ, കറാച്ചി, റാവൽപിണ്ടി, മുസഫാർബാദ്, റാവൽകോട്ട് തുടങ്ങിയ ഇടങ്ങളിൽ. മുൻപൊക്കെ POK നമ്മുടെ ലഷ്കർ-എ തോയ്ബ പോലെയുള്ള സംഘടനകളിലെ നേതാക്കന്മാർക്ക് സുരക്ഷിതമായ ഇടങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെയും അത്ര സുരക്ഷിതരല്ല. ഏതു നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാം, കൊല്ലപ്പെട്ടേക്കാം എന്നുള്ള അവസ്ഥയിൽ അരക്ഷിതാവസ്ഥ മാത്രമല്ല ഭീതിയിലുമാണ് പല നേതാക്കളുമെന്ന് ഇദ്ദേഹം പറയുന്നു. ഏതായാലും ഇദ്ദേഹത്തിന്റെ വീഡിയോ ഇതിനോടകം തന്നെ വലിയ വൈറലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഈ അജ്ഞാതർക്ക് പിന്നിലെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ കൊലവിളിയും ഈ ഇതിൽ നടത്തുന്നുണ്ട്. ഏതായാലും നമുക്കറിയാം, പാകിസ്ഥാനിലെ ഈ ഭീകരന്മാർ നടത്തുന്ന സമ്മേളനങ്ങളിലും യോഗങ്ങളിലുമൊക്കെ അവരുടെ സൈനിക നേതാക്കളും മറ്റുമൊക്കെ പങ്കെടുക്കുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇതിൽ പങ്കെടുത്തതിൽ ആർക്കും അത്ഭുതമില്ല. പങ്കെടുത്ത് അദ്ദേഹം പറഞ്ഞത് ഭീതിപ്പെടുത്തുന്നില്ല, പാകിസ്ഥാന് വലിയ ഭയമാണ്, ഇല്ലെങ്കിൽ ഈ ഭീകര നേതാക്കൾ വലിയ ഭയപ്പാടിലാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.